നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞങ്ങളുടെ കയ്യിൽ 5 ലക്ഷം രൂപയേ ഉള്ളൂ. ഓ, അതാണോ കാര്യം? സാരമില്ല, ഫുൾ പേയ്മെന്റ് ഞാൻ കൊടുത്തേക്കാം. ഷോ, ആന്റിയെ പോലെ ഉദാര മനസ്കയായ ഒരാള് ഈ ലോകത്ത് കാണൂല. ആ, എന്നോട് പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ തൽക്കാലം ഞാൻ ക്ഷമിച്ചേക്കാം. പക്ഷേ ഇനി മുതല് എല്ലാവരും ബഹുമാനത്തോടെ പെരുമാറണം. ആന വാ പൊളിക്കുന്നത് കണ്ട് അണ്ണാൻ വാ പൊളിച്ചാൽ ഇതുപോലിരിക്കും. ഗൗതം, നീ ദൂരെ നിന്നല്ലേ മാല കണ്ടുള്ളൂ. അടുത്തു ചെന്ന് അതിന് ഭംഗിയുണ്ടോന്ന് നോക്ക്. നിനക്കിഷ്ടപ്പെട്ടെങ്കിൽ വസു ആ മാല വാങ്ങിക്കോളും. ഞാൻ കാണിച്ച ആക്ഷൻ ഗൗതമിന് മനസ്സിലായോ എന്തോ? ദൂരെ നിന്ന് കണ്ടപ്പോ ഈ മാല നിധിക്ക് ചേരുമെന്ന് എനിക്ക് തോന്നി. പക്ഷെ അടുത്ത് കണ്ടപ്പോഴാ മനസ്സിലായത് നിധിയെ പോലുള്ള ചെറുപ്പക്കാരികൾക്ക് ഇത് ചേരില്ല. പക്ഷെ അമ്മയോ പാറോ ഇതിട്ടാ അടിപൊളിയായിരിക്കും. ആ, നിങ്ങളാരെങ്കിലും ഇത് വാങ്ങ്, നിധിക്ക് വേറെ നോക്കാം. എനിക്കും ഈ മാല ചേരും. ആരെങ്കിലും വാങ്ങിത്തന്നാ ഞാൻ ഇട്ടോളാം. ഇപ്പൊ നമ്മളാരും മാല എടുക്കുന്നതല്ല വിഷയം. നിധിക്കൊരു മാല വേണം. ഇവിടെയുള്ളതൊന്നും ഗൗതമിന് ഇഷ്ടപ്പെട്ടുമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്കേ ജ്വല്ലറിയിലേക്ക് പോം, അതല്ലേ നല്ലത്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. ഗൗതം, നിധി പറയുന്ന കേക്ക് നമുക്ക് പോകാം. അതിലും നല്ലത് കൂടുതൽ ഓർണമെന്റ്സ് ജ്വല്ലറിയിൽ ഇങ്ങോട്ട് വരുത്തുന്നതാ. സെയിൽസ്മാൻ, കാണാൻ കൂടുതൽ പൊലിമയും ഫാഷനബിളും ആയിട്ടുള്ള കുറെ മാലകളെ കൊണ്ടുവരാൻ ഏർപ്പാടാക്കൂ. എക്സ്ക്യൂസ് മീ, കുറച്ച് ഓർണമെന്റ്സ് കൂടി തന്നുവിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റിയത് ഇതിലുണ്ടാവുമെന്ന് മുതലാളി പറഞ്ഞു. വരൂ. ചെന്ന് നോക്ക്, നമുക്ക് പറ്റിയ ഐറ്റോ. സത്യമാണോ? ഹലോ, ഞാൻ ഗൗതം ഗോപിനാഥ്. MG ജ്വല്ലേഴ്സ് അല്ലേ? ഓ, അവർ പുറപ്പെട്ടല്ലേ? എനിക്ക് കുറച്ച് തൂക്കം കുറഞ്ഞ മാലകളുടെ കളക്ഷൻ കൂടി വേണം. ഒരു 5-5.5 പവൻ വരെ ഓക്കെയാണ്. ആ, വന്നു. ഞാൻ ഡ്രൈവറുടെ ഫോൺ കൊടുക്കാം. ആ, എക്സ്ക്യൂസ് മീ. സാർ. ആ, നിങ്ങളുടെ ഷോപ്പ് ഓണറാ സംസാരിക്കും. ആ സാർ. ഓക്കെ സാർ, ഞാൻ ഉടനെ വരാം. തൂക്കം കുറഞ്ഞ കളക്ഷൻസ് എടുക്കാൻ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ആ, എന്നാൽ കത്തിച്ചു വിട്ടോ. എത്രയും വേഗം താങ്കൾ തിരിച്ചെത്തിയില്ലെങ്കിൽ ഇവിടെ അത്യാഹിതം നടക്കും. സാർ, അത്യാഹിതോ? ആ, ചെല്ല്. അത് തടയാൻ താങ്കൾക്കേ കഴിയൂ. ശരി സാർ. ആ.
ഇതല്ല, ഇതിനപ്പുറം പല പ്രശ്നങ്ങളും ചാടിക്കിടന്നവനാണ് ഈ ഗൗതം ഗോപിനാഥ്. ഇതിലേതാ നിനക്ക് കൂടുതൽ ഇഷ്ടായത്? ഏതായാലും എനിക്ക് വിരോധമില്ല. എനിക്കിതൊന്നും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ആദ്യം കൊണ്ടുവന്നതിന്ന് ഏതെങ്കിലും മതിയെന്നാ എന്റെ അഭിപ്രായം. പക്ഷേ അതൊന്നും ഗൗതമോന് ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഗൗതം, നീ അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. ഏത് മാലയാലും എനിക്ക് വിരോധമില്ല. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുണ്ട്. എന്നാലും ഈ മാലകളിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാനുള്ള അവകാശം ഞാൻ എൻ്റെ അമ്മയ്ക്ക് നൽകുകയാണ്. അതേതായാലും നന്നായി. ആന്റി തന്നെ സെലക്ട് ചെയ്യുന്നതാ സന്തോഷം. മാഡത്തിന്റെ ആഗ്രഹത്തിനൊത്ത മാല അല്ലല്ലോ വാങ്ങിയത്, പിന്നെന്തിന് മാഡം സെലക്ട് ചെയ്യണം? നീ വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കില്ല രേണു. സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിവുള്ളവരാണ് ഈ വീട്ടിലെ ഓരോരുത്തരും. ഇതെടുത്തോളൂ. ആ, എത്രയാണ് ഇതിന്റെ വിലയെന്ന് പറഞ്ഞാൽ മതി. ശരി സാർ. ശരിയമ്മേ, ബാക്കിയൊക്കെ നേരിട്ട് സംസാരിക്കാം. എന്തായാലും പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയല്ലോ, അത് മതി. ഞാൻ 1 മണിക്കൂറിലെത്തും. അതെ, ഞാൻ ട്യൂഷൻ ക്ലാസ്സിലാ അമ്മേ. സാറ് ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ കട്ട് ചെയ്യാം. ശരി, ഓക്കെ. ഈ അമ്മയെ കൊണ്ട് തോറ്റു. വിളിച്ചാ ഫോണ് കട്ട് ചെയ്യേയില്ല. ഏത് വിഷയം ട്യൂഷനെന്ന് വരെ ചോദിക്കും. അനലോഗ് ഡിജിറ്റൽസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവോ? എന്നാലും ചോദിക്കും. മോൻ പോയിരിക്കുന്നതേ ട്യൂഷന് തന്നെയാണെന്ന് ഉറപ്പിക്കണ്ടേ? വല്ല പെൺകുട്ടികളുമായി ചുറ്റാൻ പോയതാണെന്ന് എനിക്ക് സംശയം കാണും. എങ്കിലും നിഖിലേട്ടൻ എന്നെ ട്യൂഷൻ സാറാക്കിയില്ലേ? പിന്നല്ലാതെ, തന്റെ കൂടെ ആണെന്ന് പറഞ്ഞാ 100 സംശയങ്ങളാവും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതേ വഴിയുള്ളൂ. നിഖിലേട്ടന്റെ സംസാരം കേട്ടപ്പോ തന്നെ ആഭരണ പ്രശ്നം സോൾവ് ആയിന്ന് മനസ്സിലായി. ബാക്കി ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് അറിഞ്ഞിട്ട് വിളിക്കാം. ശരി. എങ്കിലും അശോകനങ്ങൾ എവിടുന്ന് 5 ലക്ഷം രൂപ സംഘടിപ്പിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതോർത്ത് താൻ ടെൻഷൻ അടിക്കണ്ട. പണം കിട്ടിയത് എവിടെ നിന്നാണെങ്കിലും ചേച്ചി ആ പണം തിരിച്ചു കൊടുത്തോളൂ. ഇനി നമുക്ക് താലിയിട്ടില്ലെന്ന് കാണാം. നമ്മൾ തമ്മിൽ എന്നും കണ്ട എന്താ കുഴപ്പം? യാമിനിയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. അതൊന്നും തീരെ ശരിയല്ല യാമിനി. താൻ അതിൽ നിന്ന് പിന്മാറണം. എന്റെ മനസ്സിൽ എന്താണെന്ന് നിഖിലേട്ടന് അറിയോ? അറിയാം. എങ്കിൽ പറ, ഞാനൊന്ന് കേക്കട്ടെ. അത് പിന്നെ പറ നിഖിലേട്ടാ, എന്താ എന്റെ മനസ്സില്? പറയാതെ ഞാനിന്ന് നിഖിലേട്ടനെ വിടില്ല. ഒന്ന് പറയുന്നേ പ്ലീസ്. അത് പിന്നെ തന്റെ മനസ്സില് എന്നോട് സ്നേഹമില്ലേ? ഉണ്ട്. അതൊന്നും ശരിയല്ല. യാമിനിനെ സ്നേഹിക്കാൻ പാടില്ല. അതൊക്കെ വലിയ തെറ്റാ. ഷെടാ, ഞാൻ എന്റെ അച്ഛനെയും അമ്മയും ഏട്ടനെയും ചേച്ചിയും ഫ്രണ്ട്സിനെയും നിഖിലേട്ടനെയും ഒക്കെ സ്നേഹിക്കുന്നുണ്ട്. അതൊക്കെ തെറ്റാണോ? അതൊന്നും തെറ്റല്ല. പക്ഷെ ഇത് വേണ്ട. അതെങ്ങനെ തെറ്റാവും? അത് തെറ്റാണെങ്കിൽ ഞാൻ മറ്റുള്ളവരെല്ലാരും സ്നേഹിക്കുന്നതും തെറ്റാവും. ഉത്തരം മുട്ടിയോ? ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി മുഴുവൻ നിഖിലേട്ടൻ ഈ ചോദ്യത്തിന് ഉത്തരം ആലോചിക്കും. കണ്ടുപിടിച്ചിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ? ഇവള് വെറുതെ എന്നെ വട്ടാക്കുകയാണോ? എന്ത് ചെയ്യും? ഗൗതമിന്റെ ഷർട്ട് ഇടുമ്പോ പോലും ഒരു വല്ലാത്ത സുരക്ഷിതത്വ ബോധമുണ്ട്. ഗൗതം എന്നെ പൊതിഞ്ഞു പിടിക്കുന്നത് പോലെ തോന്നും. താലികെട്ട് ചടങ്ങ് കഴിഞ്ഞ ഉടനെയാണോ അതോ രാത്രിയിലാണോ ഈ മോതിരം നൽകേണ്ടത്?
നേരത്തെ മൂഡ് നോക്കി ചെയ്യാം, അതാ നല്ലത്. ആ രാത്രിയിലാ ഹോട്ടലിലെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്നത്. ഫംഗ്ഷൻ തീരാൻ ഒത്തിരി വൈകും. ശാന്തി മുഹൂർത്തം അന്ന് തന്നെ നടത്തണമെന്ന ജ്യോത്സ്യരംഗിള് പറഞ്ഞത്. പക്ഷെ അക്കാര്യം ഇതുവരെ ഗൗതമനെ അറിയിച്ചിട്ടില്ല. എന്റെയും അത് നടന്നില്ലെങ്കിൽ ഗൗതമന് മേലുള്ള ആപത്ത് ഒഴിഞ്ഞു പോവില്ല. അയ്യോ കള്ളൻ! കള്ളനോ? എവിടെ? ഓഹോ, കള്ളനല്ല, കള്ളിയാ. പെട്ടെന്ന് നിന്നെ കണ്ടപ്പോ ഏതോ കള്ളൻ റൂമിൽ കയറിയെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ആൺവേഷം കിട്ടിയപ്പോ നിനക്കൊരു കൊള്ളക്കാരന്റെ ലുക്കുണ്ട്. ഓ പിന്നെ, കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ വീട്ടിലിട്ടിരുന്നത് അമ്മാവന്റെ പഴയ ഷർട്ടായിരുന്നു. അന്നൊന്നും കൊള്ളക്കാരന്റെ ലുക്കാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞെങ്കിലേ അത് ഞാൻ ഈ കൊള്ളക്കാരന്റെ ഷർട്ട് ഇട്ടതുകൊണ്ടാണ്. ഞാൻ കൊള്ളക്കാരനാണല്ലോ. നിന്റെ മനസ്സ് കൊള്ളയടിച്ച കൊള്ളക്കാരൻ തന്നെയാ ഞാൻ. അധികം വൈകാതെ നിന്നെ മൊത്തത്തിൽ ഞാൻ കൊള്ളയടിക്കും. എന്തായാലും എനിക്ക് കിട്ടാത്ത ഭാഗ്യം എന്റെ ഷർട്ടിന് കിട്ടിയല്ലോ, അത്രയും ആശ്വാസം.